അയ്യോ റിനി, ഇങ്ങനെ ഒന്നും വെളിപ്പെടുത്തരുതേ, എന്നെ ഒന്നും ചെയ്യരുതേ. റിനിയുടെ വെളിപ്പെടുത്തൽ കേട്ട് കേരളം ഞെട്ടും. ഞാനിതെങ്ങനെ സഹിക്കും? അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ. ദൈവത്തെ ഓർത്ത് പ്ലീസ് വെളിപ്പെടുത്തരുതേ എന്ന് പറയുന്ന പാവാട ആണുങ്ങളെ നീ കണ്ടു കാണും. നല്ല ആണുങ്ങളെ കാണാത്തത് കൊണ്ടാണ് നീ ഇത്തരത്തിലുള്ള ഭീഷണി എടുക്കുന്നത്. എല്ലായിടത്തും കൂടെ പറഞ്ഞേക്കാം, ഞാൻ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം മനസ്സിലായി കാണുമല്ലോ. വെറുതെ എന്റെ കൈമേലക്കെടുത്തിട്ടും റിനിയോട് കൃത്യമായ മറുപടി പറയാനുള്ളത്, റിനി ഇതൊരു ഭീഷണി മുടക്കിയിരിക്കുകയാണ്. ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ ആൾക്കാർ താങ്ങില്ലെന്ന്. അടുത്ത വാക്ക് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ പറയുന്നില്ല. എന്റെ മാന്യതയും മര്യാദയും കാരണം പറയുന്നില്ല. ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. അടുത്ത പ്രാവശ്യം അവളെ പിച്ചാത്തിക്ക് കുത്തും, അതോടെ ഒടുക്കം. റിനി, നിന്റെ ഈ ഊച്ചാളി ഭീഷണി ഉണ്ടല്ലോ, നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി. നീ അങ്ങനത്തെ ഉള്ളവരെ കണ്ടായിരിക്കും വളർന്നത്. അതുകൊണ്ടാണ് നീ ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നത്. നീ എന്താ പറയണേ? ആരാണ് റിനി? നീ അതല്ല ഉദ്ദേശം. റിനി, നിന്റെ ഈ ഊച്ചാളി ഭീഷണി ഉണ്ടല്ലോ, നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി. നീ അങ്ങനത്തെ ഉള്ളവരെ കണ്ടായിരിക്കും വളർന്നത്. അതുകൊണ്ടാണ് നീ ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നത്. അങ്ങനെ വേണം കാണടി പൂരം. നീ കോടതിയും നിയമവും നീതി സംവിധാനവും ഒന്നും ഇല്ലാതെ വിചാരിക്കരുത്. അതായത് കളിക്കാൻ കുറച്ച് മീഡിയക്കാരും പുറകെ സപ്പോർട്ട് ചെയ്യാൻ CPM ഉണ്ടെന്ന് വിചാരിച്ച ഈ നാട്ടിലെ ആണുങ്ങളെ ഭീഷണിപ്പെടുത്തി മൂക്കി കേട്ടാന്ന് വിചാരിച്ചാലേ അത് റിനി നീ അറിയും. പ്രോഗ്യാനാണ് പോകുന്നത് എങ്കിൽ, ഇതുപോലുള്ള ആളുകളെ വെള്ള പൂശി കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ, എനിക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടതായി വരും. നീ ഞൊട്ടും. ഇന്ന് നിന്റെ അവസാനടി ഈ നന്ദകുമാർ ആരാണെന്ന് കാണിച്ചു തരാം. അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത്, പ്രത്യാഘാതം എന്ന് പറയുന്നത് ഗുരുതരമായിരിക്കും. നീ പാവാട ആണുങ്ങളെ കണ്ടായിരിക്കും വളർന്നത്. നീ പറയുന്ന ഊച്ചാളി ഭീഷണിക്ക് മുമ്പിലെ അവര് പോവായിരിക്കും. മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം, സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. എടാ വേലായുധ, നീയൊന്ന് ചുമ്മാ ഇരിടാ, വീമ്പിളക്കാതെ. അത് താങ്ങാൻ കഴിയില്ല എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിനക്ക് നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ, നിനക്ക് നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ പറ. കാണട്ടെ, നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ പറ. എന്തെങ്കിലും ഒരു സാധനം നീ തെളിവുണ്ടെങ്കിൽ പറ. ധൈര്യം ഉണ്ടെങ്കിൽ. ഞാൻ ആകെ നെർവസാണ്. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? നീ വലിയ അഡ്വക്കേറ്റ് അല്ലേ, എന്നെ എന്തെങ്കിലും ഒന്ന് ഉപദേശിക്കടാ. ആനന്ദന്റെ മുന്നിൽ നീ തോക്കാൻ പാടില്ല. ഇല്ല, അതുകൊണ്ട് നീ അവന്റെ കാല് പിടിക്കണം. അതെ, അത് മാത്രമേ വഴിയുള്ളൂ. ഇനി ഓർത്തു വെച്ചോ, ഏതെങ്കിലും ഒരു പുരുഷനെതിരെ തെളിവില്ലാതെ വ്യാജ പരാതിയാണ് ഉന്നയിക്കുന്നതെങ്കിൽ നിന്റെ പുറകെ നടന്ന് നിന്നെ ജയിലിലാക്കും ഞാൻ. മറക്കരുത്, നീ ജയിലിൽ പോകും. ഉറപ്പിച്ചോണ്ട് മാത്രം പറഞ്ഞാൽ മതി. അയാൾ എന്നെ ഫോളോ ചെയ്ത് ശല്യപ്പെടുത്തിയത് തെറ്റ് തന്നെ. അതിവിടെ വന്ന് പറഞ്ഞാ ഇത്രയും സീരിയസ് ആവുമെന്ന് ഞാൻ കരുതിയില്ല. നിന്റെ ഗതി അതോ ഗതി.